ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻട്രോ ഒന്നുമില്ല, ഇത് തന്നെ ഒരു ഇൻട്രോയാണ്. എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കാവറുക്കാണ്. അതായത് നമ്മുടെ പണ്ടൊക്കെ ഉപ്പേരി എന്ന് പറയും, ഇപ്പോൾ കാവറുത്തെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഏത്തക്ക വറുക്കുകയാണ്. അപ്പോൾ ഏത്തക്ക വറുക്കുന്നത് കൊണ്ട് പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നുണ്ട്. 2 കായ എടുത്തിട്ട് ശർക്കര വരട്ടി ഉണ്ടാക്കും, ബാക്കി കായ എടുത്തിട്ട് വറുത്തെടുക്കും. ഇത് ഞങ്ങൾ പണ്ട് കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒരുപാട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് കാവറുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങി പിന്നെ അധികം കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ ടേസ്റ്റ് നോക്കുന്നു. നാട്ടിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതിന് എനിക്ക് തോന്നി. ബാക്കിയും പലർ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നാട്ടിൽ ഈ ചിപ്സിൻ്റെ കടകളിലവരൊക്കെ ഇത് കണ്ടാൽ എടുത്ത് ഞാൻ അടുത്തേലും ചിലപ്പോൾ കല്ല് വെച്ച് തലക്കടിക്കുമായിരിക്കും. അത് പോട്ടെ. അപ്പം ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ വറക്കുന്നത് വെളിച്ചെണ്ണയിലല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പല കുക്കിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ വില കൂടുതലാണ്. ഞാനിത് വറക്കാൻ പോകുന്നത് കനോള ഓയിലാണ്. കനോള കാനഡയുടെ സ്വന്തം ഓയിലാണ്. ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വെജിറ്റബിളിൻ്റെ അരിയുടെ എണ്ണയാണിത്. അപ്പം കനോള ഓയിൽ ഉണ്ടാക്കുന്ന ശർക്കര വരട്ടിയും ഉപ്പേരി അല്ലെങ്കിൽ ബനാന ചിപ്സ് അല്ലെങ്കിൽ ഏത്തക്ക വറുത്തും, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഞങ്ങൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഉപ്പേരി എന്നാണ്. പലയിടത്തും ഉപ്പേരി എന്ന് പറഞ്ഞാൽ തോരനോ മെഴുക്ക് വരട്ടിക്കോ ഒക്കെയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഏത്തക്ക വേണം. കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ. കത്തി വേണം. പിന്നെ ഇവിടെ ഉള്ളത് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു, മഞ്ഞപ്പൊടി ഇട്ട വെള്ളം. ഇതെന്തിനാണെന്ന് വെച്ചാൽ കാ പൊളിച്ചിട്ട് ഇതിനകത്തിടും. ഇതിൻ്റെ ആവശ്യമില്ല. ഇതിട്ടാൽ കുറച്ചുകൂടെ ഒരു മഞ്ഞ കളർ വരും. ഞാൻ കാണിച്ചു തരാം. പൊളിച്ച് കഴിഞ്ഞിട്ടും പിന്നെ വെള്ളത്തിലിട്ട് അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ടുള്ളതും. അപ്പോൾ ആദ്യമേ ഞാൻ ഗ്ലൗസ് ഇടും. കാരണം എന്താന്ന് വെച്ചാൽ ഏത്തക്കായുടെ തൊലിക്ക് കറയുണ്ട്. അപ്പൊ കറ കയ്യെ പിടിച്ചിട്ട് ഇനിയും കറുത്തു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. വേറൊന്നും വിചാരിക്കരുത്. സർജറിക്ക് പോകുന്ന പോലെ ഉണ്ടല്ലേ. ഒരു കാര്യം, ഇവിടുത്തെ കായ നാട്ടിലത്തെ കാ പോലെയല്ല. ഇത് തണുപ്പത്ത് ഇരിക്കുന്ന കായാണ്. അതുകൊണ്ട് തന്നെ പൊളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ചൂടത്തിരുന്നിട്ട് ഒന്ന് വാടും. അപ്പൊ പൊളിക്കാൻ എളുപ്പമുണ്ട്. ഇത് പൊളിക്കാൻ അധികം എളുപ്പമല്ല. കാണിച്ചു തരാം. അറ്റങ്ങൾ രണ്ടും എടുത്ത് കളയുക. ഇപ്പൊ ഞാനൊരു വര വരച്ചാൽ ഇത് പോരൂല. എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെയും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം പൊട്ടി പോകും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ 2-3 പ്രാവശ്യം ഇതൊന്ന് വരയും, ഒന്ന് തിരിക്കും. എന്നിട്ട് ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അധികം പ്രയാസമില്ലാതെ ഓരോ വരയിട്ടിരിക്കുന്നിടത്തുനിന്നും നമുക്ക് പൊളിച്ച് എടുക്കാൻ പറ്റണം. ഒരു കഷ്ണം, അതുപോലെ ബാക്കി കഷ്ണങ്ങളും പൊളിച്ച് എടുക്കണം. ഞാൻ ഇച്ചിരി ബലം പിടിക്കണു എന്ന് തോന്നും, പക്ഷെ ബലമല്ല, കെയർഫുൾനെസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കായ പൊട്ടിപ്പോകാൻ പാടില്ല. ഈ കായ വറുത്തുണ്ടാക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് കാത്തലിക്കൽ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ക്രിസ്തീയ സഭകൾ എങ്ങനെയാ വന്നേന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. ഇല്ലെങ്കിൽ കമൻ്റ് ഇടുക, ഞാൻ പറയാം. അപ്പോൾ ഒരെണ്ണം പൊളിച്ചു, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മഞ്ഞൾ പൊടി കലക്കിയ വെള്ളത്തിലേക്ക് അങ്ങനെ ഇടും. മുങ്ങടാ മുങ്ങ്, സ്വിമ്മടാ സ്വിമ്മ്. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം പൊളിച്ചിടണം. ശർക്കര വരട്ടിക്കായാലും കായ വറുത്താനാണെങ്കിലും ഞാൻ ഇതിങ്ങനെ ഇട്ട് അത് കഴിഞ്ഞിട്ട് കഴുകി തുടച്ച് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. മഞ്ഞപ്പൊടി നമ്മൾ കറിക്കെല്ലാം ഉപയോഗിക്കും. ബാക്ടീരിയ ഒക്കെ കൊല്ലാനുള്ള ശക്തി ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം അതും ഒരു കാരണമാണ് ഇങ്ങനെ വെള്ളത്തിലിടുന്നത്. ഈ ഏത്തക്ക പൊളിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ബാക്ടീരിയ ഉണ്ടെന്നല്ല, ബാക്ടീരിയ വൈറസ് ഒന്നും ഉണ്ടെന്നല്ല. കളറും കിട്ടും, പിന്നെ അതും ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ബാക്കിയും കൂടെ പൊളിക്കട്ടെ കേട്ടോ. പൊളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ചോദിക്കും, ഇനിയും എന്തിനാ ഗ്ലൗസ് ഇട്ടിരിക്കണേന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുന്നത്? പൊളിച്ചു കഴിഞ്ഞല്ലേ, ഇനി എന്തിനാ ഗ്ലൗസ് ഇട്ടിരിക്കണേന്ന്? കാരണം എന്താണെന്ന് വെച്ചാൽ
ഇത് മഞ്ഞ നിറമാണ്. കയ്യിൽ മുഴുവൻ മഞ്ഞ് പിടിക്കും. മഞ്ഞ് പിടിച്ചു കഴിഞ്ഞ് ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് എന്താ ചോദിക്കുന്നത്, എന്താ മഞ്ഞപ്പിത്തമാണോ എന്ന് ആൾക്കാരെല്ലാവരും അടുത്ത് വരാൻ വിഷമിക്കും അല്ലേ. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എന്നിട്ടേ ഗ്ലൗസ് ഊരുന്നുള്ളൂ. മഞ്ഞ വെള്ളത്തിലിട്ട ഏത്തക്കായ ഉണ്ടാ കളർ പിടിച്ചിരിക്കണുണ്ടോ. അപ്പോൾ ഇത് കഴുകി ഡ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കായെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇതിൻ്റെ മഞ്ഞ നിറം കണ്ടോ. ഇത് ആദ്യമേ തൊലി പൊളിച്ചപ്പോഴുള്ള കളറല്ലല്ലോ, നല്ല കളറില്ലേ. എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇടാം. ഇതിൻ്റെ കൂടെ കൈയും കൂടെ സ്ലൈസ് ചെയ്ത് പോകാതെ സൂക്ഷിക്കണം. നല്ല ചൂടുണ്ട് കേട്ടാ. ഓ അങ്ങോട്ട് കാറ്റും വരുന്നു. ഈ അവസാനത്തെ ചെയ്യുമ്പോഴാണ് കണ്ടോ കൈ പോകരുത്. ഒരെണ്ണം കൂടെ. ഇത് നമ്മളൊരു മീഡിയം ഹൈ ഹീറ്റിലാണ് വെച്ചിട്ട് ചെയ്യേണ്ടത്. കറക്റ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു 6 മിനിറ്റ്, അവസാനം അരിഞ്ഞിടുന്ന സ്ലൈസും കഴിഞ്ഞിട്ട് ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് വേവായിരിക്കും. ഇതിലേക്ക് മഞ്ഞ കളറൊന്ന് കൂട്ടാനായിട്ട് ഇത് ഉപ്പുവെള്ളത്തിൽ മഞ്ഞപ്പൊടി കലർത്തിയതാണ്. ഏകദേശം ഒരു 100 മില്ലി വെള്ളത്തിൽ, അതന്നെ വെള്ളത്തിലാണ്, 100 മില്ലി വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിലോട്ട് ഇടുക. ഞാനതിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ഇടും. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പീസസിലും കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കും. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കായ വറുത്ത് കഴിഞ്ഞിട്ട് ആ എണ്ണ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ ഒക്കില്ല. കളറുമുണ്ട്, ഉപ്പുമുണ്ട്. അപ്പോൾ കായ മാത്രം ഇങ്ങനെ വറുത്തിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഇത്രയും ഉപ്പ് വെള്ളം ഒഴിച്ചു, ആ ഉപ്പ് മുഴുവനും ഇതിന്മേൽ പിടിച്ചിട്ടില്ല, എണ്ണയിലുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ആ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതനുസരിച്ച് കുറച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ എല്ലാ തവണയും ഇങ്ങനെ 2.5 സ്പൂൺ ഒഴിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്നതിന് ഉപ്പ് കൂടി വരും. കണ്ടോ മഞ്ഞപ്പൊടി ഇട്ടത് കൊണ്ടുള്ള കളറിൻ്റെ വ്യത്യാസം കണ്ടോ. ആൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. എണ്ണ തെറിക്കുവേ, സൂക്ഷിക്കണേ. ഇല്ല, നിങ്ങളോടല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞ. കൊടഞ്ഞ് അങ്ങോട്ടിടുക. കൊടഞ്ഞ് അങ്ങോട്ടിടുക. ഒന്നും കൂടെ. കാറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കേ കൈ പോണു. ചൂട്. കുറച്ച് നിറം മാറിയിട്ടുണ്ട് അല്ലേ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ചൂടാണ്, സൂപ്പർ ടേസ്റ്റാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.